ഇന്ത്യയുടെ IAF ചീഫ് എയർ ചീഫ് മാർഷൽ AP സിംഗ് വെള്ളിയാഴ്ച ഒരു മാധ്യമത്തോട് സംസാരിച്ചപ്പോൾ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. അതായത് പ്രതിവർഷം നമുക്ക് 35 മുതൽ 40 എയർക്രാഫ്റ്റുകളെങ്കിലും ഇന്ത്യയിൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ മാത്രമേ നമ്മുടെ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള, അതായത് എയർഫോഴ്സിന് ആവശ്യമായിട്ടുള്ള എയർക്രാഫ്റ്റുകൾ നമുക്ക് ലഭ്യമാക്കാൻ കഴിയുകയുള്ളൂ. അതായത് പലതും പ്രായമായി കൊണ്ടിരിക്കുന്ന എയർക്രാഫ്റ്റുകളെ റീപ്ലേസ് ചെയ്തിട്ട് പുതിയ എയർക്രാഫ്റ്റുകളെ കൊണ്ടുവരുന്നത് ഉൾപ്പെടെയുള്ള പ്രോസസ്സ് എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. ഇത് വളരെ അർജന്റായിട്ട് ചെയ്യേണ്ട കാര്യമാണെന്ന്. ഇതിന് ഇദ്ദേഹം ചില ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും എയർ ചീഫ് മാർഷൽ AP സിംഗ് എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയെ ഏറ്റവും അധികം പവർഫുൾ ആയിട്ടുള്ള ഒരു സേനയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. HAL എന്ന് പറയുന്ന ഓർഗനൈസേഷൻ സത്യത്തിൽ അവർ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ വളരെ മികച്ചൊരു ഓർഗനൈസേഷൻ തന്നെയാണ്. പക്ഷെ അവരുടെ ഈഗോ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ അവരെ തുരത്തി അടിക്കും എന്ന് പറയുന്നത് പോലെ എയർ ചീഫ് മാർഷൽ അവരെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം കൂടുതൽ കൂടുതൽ ആക്റ്റീവായിട്ട് സൈന്യത്തിന് വേണ്ടിയിട്ട് ആയുധങ്ങൾ നിർമ്മിക്കാൻ, എയർക്രാഫ്റ്റുകൾ നിർമ്മിക്കാൻ ഹാലിനെ പരമാവധി അദ്ദേഹം പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചാണക്യ ഡയലോഗ്സ് കോൺക്ലേവിൽ നമ്മുടെ സിംഗ് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. IAF അങ്ങനെ വിദേശ രാജ്യങ്ങൾ ആഗ്രഹിക്കാൻ ഒട്ടും ആഗ്രഹമില്ല. ഞങ്ങൾക്ക് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളാണ് കൂടുതലായിട്ട് വേണ്ടത്. അദ്ദേഹം പറഞ്ഞത് HAL ഉറപ്പായും പ്രതിവർഷം ഏറ്റവും കുറഞ്ഞത് 24 ലൈറ്റ് കോമ്പാറ്റ് എയർക്രാഫ്റ്റുകൾ, അതായത് തേജസ് മാർക്ക് 1A എങ്കിലും നിർമ്മിച്ച് നൽകേണ്ടതായിട്ടുണ്ട്. കൂട്ടത്തിൽ ചില സുഖോയ് എയർക്രാഫ്റ്റുകളും ഇന്ത്യക്ക് വേണ്ടി നിർമ്മിക്കണം. അങ്ങനെ HAL മാത്രം 30ഓളം എയർക്രാഫ്റ്റുകൾ പ്രതിവർഷം നിർമ്മിക്കേണ്ടത് ഇപ്പോൾ അത്യാവശ്യമായിരിക്കുകയാണ്. ഇതിനു പുറമെ പ്രൈവറ്റ് പ്ലെയേഴ്സിനെ കൂടി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. പ്രൈവറ്റ് ഇൻഡസ്ട്രി പാർട്ട്ണർഷിപ്പിലൂടെ ഒരു 12 മുതൽ 18 വരെ എയർക്രാഫ്റ്റുകൾ കൂടി മാനുഫാക്ചർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇതിലൂടെ 40 മുതൽ 48, 45 വരെ എയർക്രാഫ്റ്റുകൾ പ്രതിവർഷം പ്രൊഡക്ഷൻ നടത്താൻ കഴിയും. കൂട്ടത്തിൽ അദ്ദേഹം ഒന്നും കൂടി പറയുന്നുണ്ട്, എനിക്കറിയാം ഇത് പെട്ടെന്നൊരു രാത്രി കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല, പക്ഷെ ഇതിനു വേണ്ടി ആത്മാർത്ഥമായിട്ടുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതായത് IAF ചീഫ് പറയാണ്, IAF സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ ഒരു ഫോറിൻ സിസ്റ്റം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അതേ സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്ത് തന്നെ നിർമ്മിച്ച ഒരു സിസ്റ്റവും വരികയാണ്. ഈ ഫോറിൻ സിസ്റ്റത്തിന്റെ പെർഫോമൻസ് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചതിനേക്കാൾ കുറച്ച് മെച്ചമാണെന്ന് കരുതുക. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട്, ഇപ്പൊ ഇന്ത്യയിൽ തന്നെ നിർമ്മിച്ച ഒരു സിസ്റ്റം ഫോറിൻ സിസ്റ്റത്തിന്റെ അടുത്തെത്തുന്ന തരത്തിൽ ഒരു 85-90% പെർഫോമൻസ് ഉള്ളതാണെങ്കിൽ പോലും നമ്മൾ അതേ വാങ്ങൂ, അതായത് ഇന്ത്യയിൽ നിർമ്മിച്ചത് വാങ്ങാനാണ് IAF പ്രിഫർ ചെയ്യുന്നത്. കാരണം അവർക്കറിയാം വിദേശ രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അടിയന്തര സന്ദർഭം വരുമ്പോൾ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന്. പെർഫോമൻസ് ഒരല്പം ഒന്ന് കുറഞ്ഞാലും തദ്ദേശീയമായിട്ട് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലതെന്നുള്ള സൂചന കൂടിയാണ് IAF ചീഫ് നൽകുന്നത്. മാത്രമല്ല IAF ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ പരമാവധി ഉപയോഗത്തെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളെയും IAF സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ നമ്മുടെ തേജസ് യുദ്ധവിമാനങ്ങൾ നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് നൽകുന്ന ഒരു അഡ്വാൻറ്റേജ് വളരെ വലുതാണ്. ഫോറിൻ രാജ്യങ്ങൾ നമ്മൾ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന സമയത്ത് നമുക്ക് ഇന്ന് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. നോക്കൂ, ഇപ്പോൾ അമേരിക്കയുടെ കാര്യം എടുക്കൂ. അമേരിക്ക യുക്രൈൻ്റെ കാര്യത്തിൽ എടുത്തിരിക്കുന്ന നിലപാട് മാറ്റം എല്ലാ രാജ്യങ്ങൾക്കും ഒരു പാഠമാണ്. അതുപോലെ തന്നെ റഷ്യയുടെ കാര്യം, നമ്മളുമായിട്ട് ഇന്ന് നല്ല ടേംസിലാണ്, നല്ല സുഹൃത്താണ്, ഒക്കെയാണ്. ഇത്രയും കാലത്തെ ചരിത്രം നല്ലതാണ്, എല്ലാം ശരിയാണ്. പക്ഷെ നമുക്ക് ജിയോ പൊളിറ്റിക്സിനകത്ത് സ്ഥിരമായ സുഹൃത്തുക്കളുമില്ല, ശത്രുക്കളുമില്ല. ഓരോ രാജ്യത്തിനും ഓരോ സമയത്ത് അവരുടെ നിലനിൽപ്പ്, ആ രാജ്യത്തിന്റെ ആവശ്യങ്ങൾ, താല്പര്യങ്ങൾ, ഇതായിരിക്കും പ്രധാനം. അപ്പോൾ ഇന്നിപ്പോൾ ഇന്ത്യയുമായിട്ട് നല്ല ടേംസിലാണെന്ന് പറഞ്ഞിട്ട് നാളെ റഷ്യ അങ്ങനത്തെ ഒരു ടേംസിലാകണമെന്നില്ല. പ്രത്യേകിച്ച് റഷ്യയെ സാമ്പത്തികമായി ചൈന വിഴുങ്ങുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. നമ്മൾ ഇതെല്ലാത്തിനെയും കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. റഷ്യ നമ്മുടെ സുഹൃത്താണെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിലപ്പോൾ നാളെ ഈ റിലേഷൻസിൽ മാറ്റം വന്നേക്കാം എന്നുകൂടി എപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ചിലപ്പോൾ പുടിൻ മാറി മറ്റൊരു ഭരണാധികാരി വന്നാൽ പോലും റഷ്യ അതിൻ്റെ റിലേഷനിൽ ഒരു അകൽച്ച ഉണ്ടാകാം. അപ്പോൾ പൂർണ്ണമായി മറ്റു രാജ്യങ്ങളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നതിന് പകരം സ്വന്തമായിട്ട് അതിത്തിരി, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം നമുക്ക്. ഇപ്പോൾ F-16 വളരെ മികച്ചൊരു എയർക്രാഫ്റ്റ് ആണ്. അമേരിക്ക നമുക്കൊരു 50 എണ്ണം നൽകാനും വില്ലിങ് ആണ്. അതേ സമയത്ത് നമ്മളിപ്പോൾ തേജസ് നിർമ്മിക്കുകയാണ്. F-16 അത്ര മികച്ചതല്ല എന്ന് കരുതുക. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം തേജസ് ആണ് നമുക്ക് നല്ലത്, കാരണം നമ്മളാണ് നിർമ്മിക്കുന്നത്. അമേരിക്ക 50 F-16 നമുക്ക് തരാമെന്ന് പറഞ്ഞു, കരാറുണ്ടാക്കി. ഇത് ഏത് കാലത്ത് നമുക്ക് ഡെലിവറി ചെയ്യും? 3-4 വർഷം കൊണ്ട് ചെയ്യുമായിരിക്കും. പക്ഷെ അതിനുശേഷം പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്, മെയിൻ്റനൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് വീണ്ടും US ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് തേജസ് നിർമ്മിച്ചാൽ 50ന്റെ സ്ഥാനത്ത് 250 എണ്ണം വേണമെങ്കിൽ നമുക്കിവിടെ ഉണ്ടാക്കാം.
നമുക്കൊരു ഫോറിൻ രാജ്യത്തിനെ ഡിപ്പെൻഡ് ചെയ്യാതെ അതിന്റെ അപ്ഡേറ്റ്സുകൾ ചെയ്യാം. നമ്മൾ നിർമ്മിക്കുന്ന ആയുധങ്ങൾ അതിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് നിർമ്മിക്കാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജ് നമുക്കുണ്ട്. അപ്പോൾ ഒരു യുദ്ധത്തിൽ എത്ര മികച്ച എയർക്രാഫ്റ്റ് കയ്യിലുണ്ടെങ്കിലും ആ പറത്തുന്ന പൈലറ്റിന്റെ കഴിവ് കൂടി വളരെ പ്രധാനമാണ്. എയർക്രാഫ്റ്റിന്റെ മികവ് കൊണ്ട് മാത്രം യുദ്ധത്തിൽ ജയിക്കാൻ പറ്റില്ല. അത് ബലാക്കോട്ട് ഇഷ്യൂവിൽ നമ്മൾ കണ്ടതാണ്. ഇന്ത്യയുടെ ഒരു പഴയ മിഗ് വിമാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഇന്ത്യൻ പൈലറ്റ് F-16 എന്ന് പറയുന്ന താരതമ്യേന മോഡേൺ ആയിട്ടുള്ള ഒരു എയർക്രാഫ്റ്റിനെ അടിച്ചിട്ടത്. അപ്പോൾ ഇത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു. അപ്പൊ ഇത് സാധ്യമാണ്. പൈലറ്റിന് കഴിവുണ്ടെന്നുണ്ടെങ്കിൽ കയ്യിലിരിക്കുന്ന എയർക്രാഫ്റ്റ് കുറച്ച് പഴയതായാൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ എയർക്രാഫ്റ്റ് മാസ് പ്രൊഡക്ഷൻ നടത്താൻ നമുക്ക് പറ്റിയാൽ ഇപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള രാജ്യത്തിന്റെ കയ്യിലിരിക്കുന്ന എയർക്രാഫ്റ്റുകളെ പോലും നമുക്ക് ചിലപ്പോൾ നേരിടാൻ അതിലൂടെ കഴിയും. അവിടെ പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. എയർക്രാഫ്റ്റ് പറത്തുന്ന പൈലറ്റിന്റെ മിടുക്ക് പോലെ ഇരിക്കും കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തദ്ദേശീയമായിട്ട് നമ്മൾ ആയുധങ്ങൾ നിർമ്മിക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മുടെ ചീഫ് പറയുന്നത് പോലെ ഇതത്ര എളുപ്പമല്ല, ഒരു രാത്രി കൊണ്ട് സാധ്യമല്ല. പക്ഷേ നമ്മൾ കൂടുതൽ സ്പീഡിൽ കാര്യങ്ങൾ നീക്കേണ്ടതുണ്ട്. ഇപ്പൊ തൽക്കാലം ചിലപ്പോൾ നമുക്ക് മറ്റു രാജ്യങ്ങളുടെ വെപ്പൺസ് യൂസ് ചെയ്യേണ്ടി വരും. കാരണം നമ്മൾ സ്വയം പര്യാപ്തത നേടുന്നത് വരെ നമ്മുടെ രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ പ്രയോറിറ്റി എന്ന് പറയുന്നത് തദ്ദേശീയമായി നിർമ്മിക്കുന്ന ആയുധങ്ങളായിരിക്കും. അത് എയർക്രാഫ്റ്റുകളിൽ പോലും അതായിരിക്കുമെന്നാണ് ഇപ്പോൾ IAFന്റെ ചീഫ് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം സത്യത്തിൽ നല്ല രീതിയിൽ പുഷ് ചെയ്യുന്നുണ്ട്. HAL ഉൾപ്പെടെ ഗവൺമെന്റിനെ പോലും അദ്ദേഹം പുഷ് ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മാസ് പ്രൊഡക്ഷൻ നമ്മുടെ രാജ്യത്ത് നടക്കേണ്ടതുണ്ട്. HAL പ്രൈവറ്റ് പ്ലെയേഴ്സുമായിട്ട് ചേർന്നുകൊണ്ട് കൂടുതൽ എണ്ണം നമ്മുടെ തേജസ് ഉൾപ്പെടെയുള്ള യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാൻ തയ്യാറാകേണ്ടതുണ്ട്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.